ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറഞ്ഞു വരുന്നത് ഒരു ചെടിയുടെ കാര്യമാണ്. അതായത് ഫുൾ ടൈം പൂക്കളുള്ള ഒരു നീല കളറുള്ള ഒരു ചെടിയുടെ കാര്യം. ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിന് ക്യാഷ് കൊടുക്കണം. വയനാട്ടിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. ഒരു 100, 150, 200 ആ റേഞ്ചിലായിരിക്കും. അപ്പോൾ ചെടിയുടെ വലിപ്പത്തിനും പ്രായത്തിനും അനുസരിച്ചാണ് അവർ പൈസ ഈടാക്കുക. അപ്പോൾ അതിൽ ഇട്ടിട്ടുള്ള കൂടയോ അങ്ങനെ ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിന് പൈസ നിർണ്ണയിക്കുക. ഈ സാധനം എങ്ങനെ നമുക്ക് വീടുകളിൽ ചെയ്യാം, അല്ലെ വീട്ടിൽ ചെയ്തിട്ട് അത് റെഡിയാക്കിയിട്ട് നമുക്ക് എങ്ങനെ പുറത്ത് സെയിൽ ചെയ്യാം, ഒരു നല്ല പരിപാടിയുണ്ട്. സെയിൽ ചെയ്യാനല്ലെങ്കിൽ കൂടി നമുക്കിത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, വളർച്ചയെത്തിയൊരു ചെടിയാണ്. ഞാൻ ആദ്യം ഇത് ഒരു 100 രൂപയ്ക്ക് വാങ്ങി വെച്ചതാണ്. അപ്പോൾ എൻ്റെ വൈഫാണ് ഇതിൽ നിന്ന് നമുക്ക് പിന്നീട് ഉണ്ടാക്കാം, ചെടി വീണ്ടും നമുക്ക് റെഡിയാക്കാമെന്ന് മനസ്സിലാക്കി തന്നത്. അങ്ങനെ വൈഫ് വെച്ച ചെടിയാണിത് കേട്ടോ. അതിൽ പൂവുണ്ടായി, കണ്ടിനാ. അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതായത് ആ ചെടിയിൽ നിന്ന് ഈ ചെടീനെ ഒരു ഈ വലിപ്പത്തിൽ നുള്ളിയെടുക്കുക. എന്നിട്ട് അത് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ട് ലൈറ്റ് ഈർപ്പത്തിൽ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ലൈറ്റ് ഈർപ്പത്തിൽ ഒരു കൂടയ്ക്കകത്ത് ഇത് പാകി കിളിപ്പിക്കുക. മനസ്സിലായോ? അപ്പം ഞാൻ ബിഫോർ കാണിച്ച അതേപോലത്തെ ഒരു കൂടയിൽ ഈ സംഭവം കിളിപ്പിക്കുക. എന്നിട്ടിത് കണ്ടോ, ഇത് ഞാനിത് കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ണൂർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുഴിച്ചിട്ട ഭാഗമാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് സ്നേഹം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒരു കഷ്ണം ഇതേപോലത്തെ ചെടി മുറിച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലുള്ള ഈ ചെടിയുടെ മാത്രം കാര്യം കേട്ടോ. ബാക്കിയുള്ള ചെടികൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം സന്തോഷ് PV. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.